നമസ്കാരം. ഞാൻ ഡോക്ടർ അനൂപ്. കേരള ഗവൺമെൻറ് ഹെൽത്ത് സർവീസിൽ ഓർത്തോപെഡിക് സർജനായി ജോലി ചെയ്യുന്നു. ഇപ്പോൾ ജനറൽ ഹോസ്പിറ്റൽ ഇരിഞ്ഞാലക്കുടയിലാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ കോമണായി കാണപ്പെടുന്ന ഒരു അസുഖത്തെക്കുറിച്ചാണ്. കുറച്ച് നാളുകൾ മുമ്പ് നമ്മുടെ ഒ പിയിൽ 45 വയസ്സുള്ള ഒരു വീട്ടമ്മ വരികയുണ്ടായി. അവരെ ബുദ്ധിമുട്ട് എന്തെന്നാൽ അടുക്കളയിൽ ജോലികളിലൊക്കെ ചെയ്യുമ്പോൾ ഇടയ്ക്ക് ഈ ഇടത് കൈയുടെ മോതിരവിരൽ അത് ഇടയ്ക്കിങ്ങനെ മടങ്ങിപ്പോവും. അതിങ്ങനെ മടങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അത് നിവരത്തില്ല. ചിലപ്പോഴൊക്കെ ബലം കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ടക്ക് എന്ന് പറഞ്ഞ് നിവരും, അല്ലെങ്കിൽ ഇത് പിടിച്ച് നിവർത്തേണ്ട ഒരു സാഹചര്യമാണ്. ഇത് തുടങ്ങിയിട്ട് ഏകദേശം 3 മാസത്തോളമായി. അതുപോലെ തന്നെ കൈയുടെ ഈ ഭാഗത്ത് വേദനയുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ അധികം ആലോചിക്കേണ്ട കാര്യമില്ല. ഇത് കാണുമ്പോൾ തന്നെ അറിയാം, ഇത് ട്രിഗർ ഫിംഗർ എന്ന് പറയുന്ന ഒരു അസുഖമാണ്. ഇത് ഈ തോക്കിൻ്റെ കാഞ്ചി വലിക്കുന്ന ഒരു ഫീലിൽ ഈ വിരൽ നിവരുന്നതുകൊണ്ടാണ്, ടക്ക് എന്ന് പറഞ്ഞ് നിവരുന്നതുകൊണ്ടാണ് ഇതിന് ഈ ട്രിഗർ ഫിംഗർ എന്നുള്ള പേര് വന്നത്. നമ്മൾ പരിശോധിക്കുമ്പോൾ ഇത് മോതിരവിരലിൻ്റെ ഈ ഭാഗത്തായിട്ട് അമർത്തി നോക്കുമ്പോൾ അവിടെ വേദനയും ഒരു തടുപ്പും ഉള്ളതായി കാണാം. അപ്പോൾ ഇതെന്താണെന്ന് നോക്കാം. നമ്മുടെ ഈ വിരലുകൾ ഇങ്ങനെ മടക്കാൻ വേണ്ടിയിട്ട് ഉള്ള മസിൽ വള്ളികളെല്ലാം ഇങ്ങനെ ഓരോ വിരലിലേക്ക് പോകുന്നുണ്ട്. ഈ വള്ളികളെ അവിടെ തന്നെ ഉറപ്പിച്ച് നിർത്താൻ വേണ്ടി കുറേ പുള്ളികളുണ്ട്. പുള്ളികളെന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ പാടകളാണ്. അപ്പം ഒത്തിരി പുള്ളികളുണ്ട്. അതിൽ ഈ ഭാഗത്ത് വരുന്ന പുള്ളികളെയാണ് A1 പുള്ളി എന്ന് പറയുന്നത്. ഈ A1 പുള്ളിയിൽ തടുപ്പ് വരികയും ഈ വള്ളികൾ ഒത്തിരി പ്രാവശ്യം ഇതിൻ്റെ അടിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയും ചെയ്യുമ്പോൾ ഈ വള്ളിക്ക് ഉള്ള ഒരു കവറുണ്ട്, ടിനോസൈനോവിയം എന്ന് പറയും. ഇതിൽ ഒക്കെ കട്ടി കൂടുകയും ചെയ്യുമ്പോഴാണ് ഈ ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. ഇത് കൂടാതെ ഈ മസിലിൻ്റെ വള്ളിയിൽ ഒരു ചെറിയ തടുപ്പും ഉണ്ടാകാം. അപ്പോൾ ഈ തടുപ്പും വള്ളിയും കൂടി ഈ പുള്ളിയുടെ അടിയിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള ബുദ്ധിമുട്ടാണ് ഇതിന് കാരണം. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നതാണ് ഈ ട്രിഗറിങ്, ടക്ക് ടക്ക് എന്നുള്ള ആ ഒരു സാഹചര്യം. അപ്പോൾ ഇത് എക്സ്റേയിലൊന്നും നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല. എക്സ്റേ ഒക്കെ നോർമലായിരിക്കും. പിന്നെ ഇത് കൂടുതലായി കാണപ്പെടുന്നത് ഡയബറ്റീസിൻ്റെ അസുഖം, വാതത്തിൻ്റെ അസുഖം, അങ്ങനെയൊക്കെ ഉള്ള അസുഖങ്ങളുള്ള ആൾക്കാർക്കും ഒത്തിരി പ്രാവശ്യം വിരൽ മടക്കം നോക്കും ചെയ്യേണ്ട പണികൾ ചെയ്യുന്ന ആൾക്കാർക്ക് ഒക്കെയാണ് ഇത് കൂടുതലായി കാണപ്പെടുന്നത്. പിന്നെ വേണമെങ്കിൽ ഒരു അൾട്രാസൗണ്ട് എടുത്ത് നോക്കാം. ഈ പാട കട്ടിയതായും അവിടെ തടുപ്പുള്ളതായും എല്ലാം കാണാൻ പറ്റും. പക്ഷെ അതിൻ്റെ ഒന്നും നമുക്ക് ആവശ്യം വരാറില്ല. ഇനി നമുക്ക് ഇതിൻ്റെ ചികിത്സ എന്താണെന്ന് നോക്കാം. മരുന്നുകൾ കൊണ്ട് കുറച്ച് ശതമാനം ആൾക്കാരിൽ ഇത് ഭേദമാകാറുണ്ട്. അതിൽ ഭേദമായില്ലെങ്കിൽ പിന്നെ സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ ഈ പുള്ളിയുടെ അടിയിൽ ആ ഭാഗത്തായിട്ട് കുത്തിവെക്കുന്നതാണ് അടുത്ത ചികിത്സ. അതിൽ നല്ലൊരു ശതമാനം ആൾക്കാർക്ക് വ്യത്യാസം വരാറുണ്ട്. ഇതിലും ഇത് മാറുന്നില്ലെങ്കിൽ നമ്മൾ അവിടെ ചെറിയൊരു ഇൻജക്ഷൻ ഇട്ടിട്ട് ആ പുള്ളി കട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ സർജറി. ഈ സർജറിയെ A1 പുള്ളി റിലീസ് എന്നാണ് പറയുന്നത്. ചെറിയ ഒരു ഇൻസിഷനിലൂടെ A1 പുള്ളിയെ കട്ട് ചെയ്ത് കൊടുക്കുകയും അവൻ അടിയിലൂടെ പോകുന്ന മസിൽ വള്ളിയെ ഫ്രീ ആക്കി കൊടുക്കുകയും ചെയ്യുന്നു. ഒരു 10 ദിവസം കഴിഞ്ഞ് ഈ തുന്നലെടുത്തു കഴിഞ്ഞാൽ നമുക്ക് പഴയതുപോലെ ജോലിയിൽ ഏർപ്പെടാവുന്നതാണ്. ഈ അസുഖം പൂർണ്ണമായി മാറുകയും ചെയ്യും. ഇതിൻ്റെ വേറൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാം പുള്ളിയുണ്ട്, എല്ലാ വിരലുകൾക്കും പുള്ളിയുണ്ട്. ഒരെണ്ണം ചെയ്യുമ്പോൾ ചില മറ്റേ പുള്ളിയിൽ ഈ ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് ഈ തള്ളവിരലിലും അതുപോലെ തന്നെ മോതിരവിരലിലുമാണ് കൂടുതലായി ഉണ്ടാകുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.